നമസ്കാരം. BBC-യുടെ വർത്തമാനം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും വീണ്ടും ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ അതിഥി PC മാത്യു ആണ്. ഒരു കാലത്ത് ക്രിക്കറ്റിൻ്റെ കേരളത്തിലെ ഓൾ ഇൻ ഓൾ എന്ന് പറയാവുന്ന വ്യക്തിയായിരുന്നു ശ്രീ PC മാത്യു. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ ചെയർമാനായിരുന്നു, BCCIയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. മലയാളികളെ ക്രിക്കറ്റിനോട് വളരെ അടുപ്പിച്ച വ്യക്തി, അല്ലെങ്കിൽ ക്രിക്കറ്റിനെ മലയാളികളോട് അടുപ്പിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ ശ്രീ PC മാത്യുവിനെ വിശേഷിപ്പിക്കാം. ഒരു ടൈം 1996 മുതൽ 2001 വരെ മന്ത്രി PJ ജോസഫിൻ്റെ PA ആയിരുന്നു. പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എന്തെല്ലാം നേട്ടങ്ങൾ LDF ഗവൺമെൻറ് കാലത്തുണ്ടായോ അതിൻ്റെ പിമ്പിലെ ഒരു ബുദ്ധികേന്ദ്രം എന്ന് വേണ്ടി പറയാം, അത് ശ്രീ PC മാത്യു ആയിരുന്നു. ഞങ്ങൾ സഹപാഠികളാണ്, ഒരുമിച്ച് കോളേജിലുണ്ടായിരുന്നു. ഒപ്പം PC മാത്യു ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടിയാണ്. അന്ന് രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കൃത്യമായി കാര്യങ്ങളെ നോക്കിക്കണ്ട് വിലയിരുത്തുന്ന ആളാണ്. അദ്ദേഹത്തെ PC മാത്യുവിനെ BBC-യുടെ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. സ്വാഗതം. താങ്ക് യു ഷാജി. എന്തുണ്ട് ശ്രീ PC മാത്യു വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താപനില വളരെ കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ ലഭിക്കുന്നുണ്ട്, അതൊരാശ്വാസമാണ്. ഇലക്ഷൻ്റെ ചൂട്, അതിനുശേഷം അന്തരീക്ഷ ചൂട്, ഇതൊക്കെയാണ് കേരളത്തിലെ വിശേഷം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ഇങ്ങനെ വിലയിരുത്തുന്നു? ഏത് മുന്നണിക്കാണ് വരാൻ സാധ്യത കൂടുതൽ? ഏത് മുന്നണി വരും? നിഷ്പക്ഷമായിട്ട് സാധ്യതയും ചോദിക്കുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഒരു പതിറ്റാണ്ടുകളായിട്ട് ഒരു പാറ്റേൺ ഉണ്ട്. ഓൾട്ടർനേറ്റ് ഗവൺമെൻറ്റ്സ്, ഒന്ന് LDF ആണെങ്കിൽ രണ്ടാമത് UDF. ആ പാറ്റേണാണ്. അതിനൊരു വിഘാതമുണ്ടായത് 2021 പിണറായി സർക്കാരാണ്. അത് വീണ്ടും തുടർന്നു. അതെ, അതിന് പ്രത്യേക ചില കാരണങ്ങളുണ്ട്. ഏതായാലും കേരളത്തിൽ എപ്പോഴും ആൻറ്റി ഇൻകംബൻസി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. ഒന്ന്, പണ്ട് കാലത്ത് ഒരു 20 വർഷം മുമ്പൊക്കെ പ്രിന്റ് മീഡിയ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ്. അതിനുശേഷം വിഷ്വൽ മീഡിയ വന്നപ്പോൾ ഏഷ്യാനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ, അതിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ഇലക്ട്രേറ്റിനെ സ്വാധീനിച്ചു. ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയും ഒരു പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെയധികമാണ്. 2 കൺസിക്യൂട്ടീവ് ഗവൺമെൻറ് പിണറായി നയിച്ചതിന് ശേഷം ഉള്ള മലയാളിയുടെ ഒരു പൊതു സ്വഭാവം, മറ്റുള്ളവർ നന്നാവുന്നത് കാണാൻ പറ്റില്ല എന്നൊക്കെ ഞണ്ടിൻ്റെ കഥയും ഒക്കെ ആയിട്ട് ഉപമിക്കാറുണ്ട്. ഒരു ഞണ്ട് മറ്റൊരു ഞണ്ടിനെ വലിച്ച് താഴെയിടും, ഒരു മുകളിലിട്ട് പോകാനായിട്ട് അനുവദിക്കില്ല, എന്നാൽ തമാശയായിട്ട് പറയാറുണ്ട്. ഒരു പക്ഷേ അതിൽ അല്പം കാര്യമുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് സ്റ്റേറ്റാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സ്റ്റേറ്റുമാണ്. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 4% കൂടുതൽ വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മറ്റു പല സ്ഥലങ്ങളിലും തോറ്റു തുന്നം പാടിയപ്പോഴും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. 111 സീറ്റ് കിട്ടി. അതെ, വന്നു. ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ കേരളം എപ്പോഴും ഇന്ത്യയുടെ പോളിറ്റിയിൽ ഒരു ഡിഫറൻ്റ് ആയിട്ട് കാണുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് മറ്റൊന്നും കൂടി, പല തെരഞ്ഞെടുപ്പുകളിൽ, ഉദാഹരണമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരു രീതി കാണുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേറെ രീതി കാണുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേറെ രീതി കാണുന്നു. ഉദാഹരണം 1980 ഒരേ സമയം നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. അസംബ്ലി ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും. പാർലമെന്റ് ഇലക്ഷനിൽ UDF-നാണ് മേൽക്കൈ ഇല്ലെങ്കിൽ പോലും 8 സീറ്റ് പിടിച്ചവർ. എന്നാൽ തിരിച്ച് അസംബ്ലി ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് തൂത്തുവാരി. അപ്പോൾ ഒരേ സമയം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും സിനിമയായിട്ടും സാഹിത്യം ഒക്കെ ആയിട്ട് വേർതിരിച്ച് കാണുന്നവരാണ് മലയാളികൾ. പറയും. 80 പ്രത്യേക സാഹചര്യം ഉണ്ട്. അന്ന് AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് LDF-ലായിരുന്നു, മാണി ഗ്രൂപ്പ് LDF-ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇടുക്കിയിലെ പാർലമെന്റിൽ MM ലോറൻസ് അങ്ങനെ UDF-ന് മുൻതൂക്കമുള്ള പല സ്ഥലങ്ങളിലും LDF ജയിച്ചു വെക്കണം. ഇത് അങ്ങനെയുള്ള ചില മുന്നണി മാറ്റങ്ങളൊക്കെ ചില കക്ഷികളുടെയൊക്കെ കേരളത്തിലെ ഇലക്ഷനിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ ഇലക്ഷനിൽ 2026 ഒരു മൂഡും ഒരു ട്രെൻഡും ഒരു ആന്റി ഇൻകംബൻസി വളരെയധികം ഉണ്ട്. UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എത്ര സീറ്റ് പറയാൻ പറ്റും? ഒരു 86 സീറ്റെങ്കിലും മിനിമം UDF-ന് കിട്ടും. ഒരു പക്ഷേ ഒരു ക്ലീൻ സ്വീപ്പ്. അതായത് ഈ ട്രെൻഡ് എങ്ങനെയാണ് കൊല്ലം, അതുപോലെ തന്നെ തൃശ്ശൂർ, തിരുവനന്തപുരം, ഈ ജില്ലകളിൽ. പാലക്കാട് ഒരു LDF-ന് മുൻതൂക്കമുള്ള ഒരു ജില്ല തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം എങ്ങനെ ഷിഫ്റ്റ് ഉണ്ടാവുന്നു അതനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഇലക്ഷനിൽ
അവിടെ UDF-ന് കുറച്ച് അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായി LDF-നെ തൂത്തെറിയുന്ന തരത്തിലുള്ള പ്രകടനം അവിടെ ഉണ്ടായിട്ടുണ്ടോ, തൃശ്ശൂരും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഭൂരിപക്ഷം UDF-ന് കിട്ടി വരാം. അതല്ല, തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരുമൊക്കെ ഈ UDF ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്ന കണക്ക് ഒരു UDF മുന്നേറ്റം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ സതീശന്റെ വിസ്മയം ഒരു 100 സീറ്റിലേക്ക് വരെ UDF വരാം. എറണാകുളം ജില്ല ഇതിനകത്തൊരു നിർണായകമായ ജില്ലയാണ്. എറണാകുളം ജില്ല ആരെ ഭരിക്കുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. എറണാകുളം ജില്ലയിൽ UDF-ന് എത്ര സീറ്റ് വരെ കിട്ടാം, LDF-ന് എത്ര സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടാവും? LDF-ന് 3 സീറ്റിന് ചാൻസ് ഉള്ളൂ. ഒന്ന് P. രാജീവന്റെ മണ്ഡലം, ഒന്ന് കൊച്ചി, ഒന്ന് വൈപ്പിൻ. ഈ ബാക്കി എല്ലാ സീറ്റും UDF ജയിക്കും. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. അതുകൊണ്ട് പക്ഷെ രാജീവ് നല്ലൊരു പാർലമെന്റേറിയനാണ്, നല്ല ഒരു മിനിസ്റ്ററാണ്. പക്ഷെ എങ്കിൽ കൂടി രാജ്യസഭയിൽ മികച്ച പാർലമെന്റേറിയൻ അന്നത്തെ BJP-യുടെ നേതാവ് അരുൺ ജെയ്റ്റ്ലി, അദ്ദേഹം എന്നോട് വ്യക്തിപരമായി ക്രിക്കറ്റ് അസോസിയേഷന്റെ അദ്ദേഹം എന്നോട് പലപ്പോഴും രാജീവിനെ കുറിച്ചും AK ആന്റണിയെ കുറിച്ചൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് രാജീവ് നല്ലൊരു പാർലമെന്റേറിയൻ, സംശയവും വേണ്ട. ചില അബദ്ധങ്ങളും ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഈ സ്കാനിങ് മെഷീന്റെ കാര്യമൊക്കെ പറഞ്ഞ് വിവാദത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും രാജീവ് നല്ല ഇന്നത്തെ യുവ പാർലമെന്റേറിയൻ. അതുകൊണ്ട് രാജീവിന് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ UDF-ന്റെ ഒരു മുൻതൂക്കമുള്ള ഒരു ഇലക്ഷൻ ആണെങ്കിൽ കളമശ്ശേരി ഒരു UDF മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം UDF-ന്റെ സംബന്ധിച്ചിടത്തോളം ചില തർക്ക വിഷയമുണ്ട്. ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ തന്നെയാണ് മത്സരിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ UDF ക്യാമ്പിലും ലീഗിലൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഇലക്ഷൻ ട്രെൻഡ് അവർക്ക് അനുകൂലമാണെങ്കിൽ അത് അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. കൊച്ചിയിലും ഉള്ള സ്ഥാനാർത്ഥി നിർണ്ണയം മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസ് കൊച്ചിയിൽ ലാറ്റിൻ കാത്തലിക്സും ഉള്ളൊരു മണ്ഡലത്തിൽ കൊണ്ടു നിർത്തിയപ്പോൾ ലാറ്റിൻ കാത്തലിക്സ് എങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എണ്ണത്തിൽ വൈപ്പിനിൽ ടോണി ചമ്മണി വന്നിട്ടുണ്ട്. എറണാകുളം ലാറ്റിൻ കാൻഡിഡേറ്റ് ആണ്. ഈ എറണാകുളത്തെ MP ലാറ്റിനാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ലാറ്റിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടുത്തെ മേയർ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ലാറ്റിന് മതിയായ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അത് അവിടെ റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയില്ല. കാരണം 10 വർഷം പുറത്തു നിന്ന ഒരു UDF-നെ സംബന്ധിച്ചിടത്തോളം, ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ വരിക എന്ന് പറയുന്നതാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് LDF-ന് വലിയ സാധ്യതകൾ എറണാകുളം ജില്ലയിൽ. കോതമംഗലം സീറ്റ് UDF-ന്റെ കോട്ടയാണ്. അവിടെ TU കുരുവിളയും ഒരു മിനിയും മാത്രമാണ് അവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ജയിച്ചിട്ടുള്ളൂ LDF-ന്റെ. അതിനുശേഷം ഇപ്പോൾ ആന്റണി ജോൺ ജയിച്ചിട്ടുണ്ട്. പക്ഷെ പറയുന്നു ആന്റണി ജോൺ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം വാസ്തവമുണ്ട്? ആന്റണി ജോൺ ഒരു വളരെ മിടുക്കൻ MLA ആണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ വലിയ കാര്യമായിട്ടൊന്നും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് തങ്കളം ബൈപ്പാസ്, എറണാകുളത്തേക്കുള്ള ഒരു ബൈപ്പാസ്. അത് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൂടാതെ നമുക്ക് കാണാൻ കഴിയും ആലുവയിൽ നിന്ന് മൂന്നാറിനുള്ള വഴി, ആലുവ പെരുമ്പാവൂർ കോതമംഗലം വഴിയുള്ള ആ റോഡ്, അതിന്റെ 4 ലൈനിങ് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയിട്ടില്ല. മറ്റു പ്രധാനപ്പെട്ട ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ് പഴയ രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നതാണ് ആലുവ മൂന്നാർ റോഡ്. ആ റോഡ് ഇപ്പോൾ ഫോറസ്റ്റ് അടച്ചിരിക്കുകയാണ്. അതിനെതിരെ സഭയും കോതമംഗലം രൂപതയും അവിടുത്തെ റോമൻ കാത്തലിക്ക രൂപതയും എല്ലാം വലിയ സമരത്തിലാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിലും ആന്റണി ജോണിന് കഴിഞ്ഞിട്ടില്ല. അതൊരു റിമാർക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അവിടെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ തോറ്റ TU കുരുവിള ആ മണ്ഡലത്തിൽ സമൂലമായ മാറ്റം ഉണ്ടാക്കിയ ആളാണ്. തോറ്റെങ്കിലും റോഡുകൾ വളരെയധികം അദ്ദേഹം PWD മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മികച്ച MLA എന്ന് ആന്റണി ജോണിനെ കുറിച്ച് പറയാൻ കഴിയും. കോട്ടയം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ കോട്ടയം ജില്ലയിൽ LDF എത്ര സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്? പാലായെക്കുറിച്ച് എന്ത് പറയുന്നു? പാല ഇപ്പോഴും പ്രവചനത്തിന് അതീതമാണ്. അവിടെ സ്ലൈറ്റ് എഡ്ജ് മാണി സി കാപ്പൻ UDF വരും എന്നുള്ള വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മാണി സി കാപ്പൻ അങ്ങനെ വന്നോ കടകക്ഷി എന്നുള്ളതിൽ ഒരു മന്ത്രി പരിഗണന കിട്ടാം. അവിടെ കഴിഞ്ഞ ടൈമില് പൊളിറ്റിക്കലി മാണി സി കാപ്പനെ കൊണ്ട് വികസനം ചെയ്യിക്കാണ്ടിരിക്കുന്ന ഒരു നിലപാട് ഇടതുപക്ഷ മുന്നണിക്കും അതിലെ ഘടകകക്ഷികൾക്കും ഉണ്ടായിട്ടുണ്ട്. സത്യമാണ്. കാരണം LDF-ലെ ഒരു മൂന്നാമത്തെ ഘടകകക്ഷിയാണ് മാണി ഗ്രൂപ്പ്. മാണി ഗ്രൂപ്പ് അവിടെ നേതൃത്വത്തിലുണ്ട്. MP ആണ്. റോഷി അവിടുത്തുകാരനാണ്. ഇടുക്കിയിൽ നിന്നുള്ള MLA ആണെങ്കിലും അവിടുത്തെ ഒരു പാലായോട് കൂറുണ്ടെങ്കിൽ അത് വെതർ മാണി സി കാപ്പനാണോ MP അല്ലെങ്കിൽ MLA
എന്നുള്ളത് നോക്കാതെ ആ പദ്ധതിയിൽ കൊണ്ടുവരുന്ന കാണിക്കണമായിരുന്നു. ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് കുറച്ചുകൂടി സ്വീകാര്യത അവിടെ ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പാലായിൽ മൊത്തം കോട്ടയം ജില്ലയിൽ എത്ര സീറ്റ് വരെ LDF കിട്ടാം? UDF ഒരു കോട്ടയം ജില്ലയാണല്ലോ. വൈക്കമാണ് പ്രധാനപ്പെട്ട ഒരു സീറ്റ്. ഏറ്റുമാനൂർ ആൻഡ് കാഞ്ഞിരപ്പള്ളി, ഈ 3 സീറ്റുകളാണ് LDF കൂടുതൽ ജയിക്കാൻ സാധ്യത. പക്ഷെ ഇതെല്ലാം പ്രവചനം നമുക്ക് അസാധ്യമാകുന്ന തരത്തിലുള്ള, കാരണം UDF അനുകൂലമായിട്ടൊരു വേവ് ഉണ്ടെങ്കിൽ അത് കോട്ടയം ജില്ലയെ ഫസ്റ്റ് റിഫ്ലക്ട് ചെയ്യും. ഇടുക്കി രണ്ടാമത് വരും, എറണാകുളം തീർച്ച, ഓഫ് കോഴ്സ് എറണാകുളത്തിൽ പത്തനംതിട്ട, ഈ 4 ജില്ലകളിലാണ്. ഒരു മിനിറ്റ് ഇടയ്ക്കുന്ന ഇടപെട്ടോട്ടെ. പത്തനംതിട്ടയിൽ എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരം അവിടെ 5 സീറ്റാണ് ഉള്ളത്. 5 സീറ്റും LDF ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. 5 സീറ്റും ഞാൻ ആദ്യം കേട്ടത് 5 സീറ്റും UDF ജയിക്കാനുള്ള സാധ്യതയാണ് കേട്ടത്. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്. ഇപ്പം കേൾക്കുന്നു 5 സീറ്റും ഒരു സംശയം നിൽക്കുന്നത് റാന്നിയാണെന്നാണ് ഇപ്പോൾ. അത് ആറന്മുള അന്ന് സംശയം പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം കേൾക്കുന്ന റാന്നി ചിലപ്പോൾ ബാക്കിയുള്ള 4 സീറ്റും 5 സീറ്റും ഉറപ്പെന്ന് പറയുന്നു. എന്ത് പറയുന്നത് അതിനെക്കുറിച്ച്? എനിക്ക് കോന്നി മാത്രമാണ് LDF ചാൻസ് ഉള്ളൂ. 4 സീറ്റ് UDF ജയിക്കാൻ തന്നെ സാധ്യത. ഇവിടെ തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം, BJPയുടെ സ്ഥാനാർത്ഥിത്വം ഒരു പരിധിവരെ LDF സ്ഥാനാർത്ഥിയുടെ സ്റ്റാൻസ് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആറന്മുളയിൽ ഏറ്റവും വലിയ വിവാദ നായികയായിട്ട് വീണ ജോർജ് മാറി. വീണ ജോർജും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു എഡ്യൂക്കേറ്റഡ് ആണ്, മിടുക്കിയാണ്. പക്ഷെ എന്തുകൊണ്ട് വിവാദത്തിൽ ചെന്ന് പെട്ടു? അത് അവര് യഥാർത്ഥ മാർക്സിസ്റ്റിനേക്കാൾ വലിയ ഒരു പാർട്ടിക്കാരിയാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഒരു പരിധിവരെ അവർക്ക് വിനയായിട്ടുള്ളതാണ്. ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് ആ റെയിൽവേ സ്റ്റേഷനിലെ നാടകം. അത് നാടകമായിരുന്നു എന്നുള്ളതും ഒക്കെ അത് കാണുന്ന ഏത് കുഞ്ഞിനും മനസ്സിലാവുന്ന രീതിയിൽ ആ രീതിയിലേക്ക് ഒരു മന്ത്രി തരം താണത് അവർക്ക് വിനയായിട്ടുണ്ട്. അതുകൊണ്ട് വീണ ജോർജിന് നല്ലൊരു ഒരു ചാൻസ് ഉണ്ടായിരുന്ന മണ്ഡലമാണ്, അത് അവർ കളഞ്ഞു കുളിച്ചു എന്നാണ്. പത്തനംതിട്ടയിൽ 5 സീറ്റും LDF പിടിക്കുകയാണെങ്കിൽ LDF കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത അങ്ങനെ ഒരു പിടിക്കുകയാണെങ്കിൽ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് സാധ്യതയാണ് പറയുന്നത്. ഇത് കേരളത്തിലെ ഒരു പാറ്റേൺ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരേ പാറ്റേൺ ആവണം നിർബന്ധമില്ല. പണ്ടും അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കൊല്ലവും തിരുവനന്തപുരവും എങ്ങനെ മാറുന്നു അതനുസരിച്ച് അത് പണ്ടുള്ള ഒരു മാറ്റം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവനും തന്നെ LDF പാലക്കാട്, കോഴിക്കോടിന്റെ പ്രദേശങ്ങൾ, തൃശ്ശൂർ അന്ന് UDF ആയിരുന്നു. ഇന്നിപ്പോൾ LDF മെജോറിറ്റി സീറ്റുകൾ കിട്ടുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചില സ്ഥലങ്ങളിലുള്ള പാറ്റേണിൽ വലിയ വ്യത്യാസം വരാറില്ല. പക്ഷേ എടുത്ത് ഇല്ലെങ്കിൽ ഇടുക്കി ഈ പ്രാവശ്യം UDF മുൻതൂക്കം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ UDF കഴിഞ്ഞ തവണ 2021 ഒരു സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, തൊടുപുഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ എത്ര സീറ്റിൽ വരെ UDF ജയിക്കാം? 3 സീറ്റെങ്കിലും ഉറച്ച് ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 4 സീറ്റും കിട്ടാം. 5 സീറ്റ് കിട്ടിയാൽ അത്ഭുതമില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ ഈ പെഡിഷൻ നടത്തുമ്പോഴത്തും ഒരു ഗ്രാസ് റൂട്ട് ലെവലിലോ ഈ മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതല്ലാതെ എല്ലാ മണ്ഡലങ്ങളിലും പോയി പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ 2011 ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം ആയിട്ട് ചില അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഒരു പെഡിഷൻ നടത്തിയിരുന്നു. അതിൽ 2-3 സീറ്റ് വ്യത്യാസം വന്നു. അതുപോലെ ഞാൻ നോക്കാം. ഈ കൊല്ലം അങ്ങനെ നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. മറ്റു പല ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിലും പൊതുവെ നമ്മൾ ഓരോ ജില്ല തിരിച്ച് ഇതിനകത്ത് വിലയിരുത്തുന്നതിൽ കാര്യമില്ല. അല്ല, ആയിക്കോട്ടെ, അത് നിർത്തും. നമ്മൾ അങ്ങ് പറഞ്ഞത് UDF 85 സീറ്റ് 87 സീറ്റോളം കിട്ടാൻ സാധ്യത, ഒരു സ്വതന്ത്ര ചിന്താഗതിയിൽ നിന്ന് വരുന്ന ഒരു അഭിപ്രായമാണത്. എൻ്റെ ഒരു സംശയം, 2021 99 സീറ്റ് ഉണ്ടായിരുന്നു LDF, 41 സീറ്റ് ഉണ്ടായിരുന്നു UDF. ഇപ്പോൾ അത് നിലമ്പൂർ അവർ തിരിച്ചു പിടിച്ചതുകൊണ്ട് അത് 42-ഉം 98-ഉം ആയിട്ടുണ്ട്. UDF കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഈ 42 സീറ്റ് നിലനിർത്തി, അവരുടെ കയ്യിലുള്ള UDF കയ്യിലുള്ള 42 സീറ്റ് നിലനിർത്തുകയും ബാക്കിയുള്ള 29-30 സീറ്റ് LDF പിടിക്കുകയും വേണം. അത് അത്രമാത്രം എളുപ്പമുള്ള കാര്യമാണോ? എളുപ്പമാണ്. കാരണം കേരളത്തിൽ ഞാൻ വികാരപരമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോയിന്റ് വരുന്നു. വികാരപരമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു ജനതയാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ലിറ്ററസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വിങ് വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കാം. LDF പോലും ഇപ്പൊ കണക്കാക്കുന്നത്, ഇപ്പം NS മാധവന്റെ ഞാൻ കണ്ടു, അദ്ദേഹം ഒരു പ്രഗത്ഭനായ IAS ഓഫീസറാണ്. ഇപ്പൊ ഈ പ്രീപോൾ സർവേ, അതിൽ ഏറ്റവും എനിക്ക് വിശ്വസനീയമെന്ന് തോന്നുന്ന സർവേ ഇന്ത്യ ടുഡേയുടെയാണ്. ഞാൻ യോഗേന്ദ്ര യാദവിനെ കണ്ടിട്ടുണ്ട്, അതൊക്കെ കറക്റ്റായിരുന്നു.
ആദ്യമായിട്ട് കാണുന്നത് പിണറായി റോയിയുടെയാണ്. പിണറായി റോയ്, പിന്നെ പി വി നരസിംഹറാവു എന്ന് ഇപ്പോൾ BJP രാജ്യസഭാ മെമ്പർ, അദ്ദേഹം 2001 കേരളത്തിലെ കുറിച്ച് പറഞ്ഞത് കൃത്യമായിരുന്നു. പക്ഷെ മിക്കവാറും മറ്റുള്ള സർവേകളൊക്കെ തന്നെ ശരിയെന്ന് വളരെ അകലെയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ഞാൻ മോണിറ്റർ ചെയ്യുന്നതാണ് ഇന്ത്യ ടുഡേ സർവേ. അത് ശരിയോട് വളരെ അടുത്ത് 1 or 2 മാത്രമേ അവർക്ക് തെറ്റുപറ്റിയിട്ടുള്ളൂ. ഇന്ത്യ ടുഡേ കേരളത്തിലെ പ്രീപോൾ സർവേ നടത്തിയിട്ട് പറഞ്ഞത് 87 സീറ്റാണ്. ആർക്ക്? LDFന്, ഇടതുപക്ഷത്തിന്. എന്ത് പറയുന്നു അന്ന്? ഒരുപക്ഷെ ഇന്ത്യ ടുഡേ സർവേ നിയന്ത്രിക്കുന്നത് സന്ദീപ് ശാസ്ത്രി. അദ്ദേഹം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ PhD ഓറിയന്റേഷൻ പ്രോഗ്രാം ചെയ്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മിടുക്കും ഈ കാര്യത്തിലെ ആധികാരികതയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഈ സർവേ ഞാൻ കണ്ടില്ല. സന്ദീപ് ശാസ്ത്രി സർവേ സാധാരണ ആധികാരികമാണ് സാറിന്. ഏതായാലും ഞാൻ ആ സർവേ ഞാൻ തള്ളിക്കളയുന്നു ഇപ്പോൾ ഈ കാര്യത്തിൽ. കാരണം ഞാൻ ആ സർവേ സംബന്ധിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. രണ്ടാമത് ഒരുപക്ഷെ ആ സർവേ എടുത്ത പീരീഡും ഇലക്ഷൻ നടന്ന സമയം തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാവാം. ഏതായാലും ഞാൻ വിശ്വസിക്കുന്നത് UDF അവിടെ കേട്ടെ. എക്സിറ്റ് പോൾ ഇന്നാണ് വരുന്നത്. 29 വൈകിട്ട് 6 മണിക്ക് എക്സിറ്റ് പോൾ വരും. എക്സിറ്റ് പോൾ കുറേ നല്ല, ശരിക്കും പറഞ്ഞാൽ പ്രീപോൾ സർവേ ഒന്നുമല്ല, പലപ്പോഴും തെറ്റാറുണ്ട്. എക്സിറ്റ് പോൾ മിക്കവാറും ശരിയാവാറുണ്ട്. ഇന്ത്യ ടുഡേ എക്സിറ്റ് പോളിൽ വീണ്ടും 87-90 സീറ്റ് LDFന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കേണ്ട അവിശ്വാസം പ്രശ്നമല്ല. കാരണം നമുക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്താൽ മതി. ഒരാഴ്ച വേണ്ട. അത് നമുക്ക് കാത്തിരിക്കാം. അതായിരിക്കും ശരി, ആയിക്കോട്ടെ. അടുത്തത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുള്ള കുറച്ച് MLAമാരുടെ പേര് പറയാം. എവിടെയൊക്കെയാണെന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു മട്ടന്നൂർ ഒരു സനോജാന്ന് തോന്നുന്നു, DYFI. സനോജ് ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്. മൂവാറ്റുപുഴയിൽ കുഴൽനാടന് നല്ല ഭൂരിപക്ഷം ഉണ്ടാവണം. തൊടുപുഴയിൽ അപ്പു ജോൺ ജോസഫിന് നല്ല ഭൂരിപക്ഷം. അപ്പു ജോൺ ജോസഫ് എത്ര വോട്ട് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്? ഞാനൊരു 30,000 എങ്കിലും കാണുമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെയാണ് പുതുപ്പള്ളി, ചില മണ്ഡലങ്ങൾ. പിന്നെ CPMന്റെ ചില മണ്ഡലങ്ങളെ ഗുണം ലീഗിന്റെ ഇപ്പൊ വേങ്ങര KM ഷാജിയുടെ ഭൂരിപക്ഷം, അവിടെ ചില മൈനോറിറ്റി മുസ്ലിം ഗ്രൂപ്പുകൾ അദ്ദേഹത്തിന് എതിർ നിന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഒരു മണ്ഡലം അത്ര നല്ലൊരു മണ്ഡലമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ കാസർഗോഡ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ചേർക്കുളം എന്ന് പറയുന്ന ആ പഞ്ചായത്ത്, അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം UDFന് നൽകുന്ന ഒരു പഞ്ചായത്താണ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ പോക്കറ്റുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തിട്ടില്ല. ഏതാനും ചുരുക്കിയ ചില ആളുകളുടെ പേര് ഞാൻ ഇപ്പം അറിയുന്നത് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇടതുപക്ഷ MLAമാരെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടെന്നാണ് ഒരു പൊതുപ്രതീതി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLAമാർ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. UDF മണ്ഡലമാണെങ്കിൽ പോലും ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുടെ MLAമാർ വലിയ രീതിയിലുള്ള വിനയമുള്ളവരായിരുന്നു. വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് വോട്ടാവും. അതായത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് LDFും CPM എടുത്തത്. MLAമാരെ മത്സരിപ്പിക്കുക. കാരണം 2 പ്രാവശ്യം MLAമാരാവുന്നവരെ മാറ്റി നിർത്തി കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിലേക്ക് CPM പോകാത്തതിന്റെ കാരണം ആന്റികമൻസി ഉണ്ട്, അവർ അംഗീകരിക്കുന്നു. അതിനെ തരണം ചെയ്യണമെങ്കിൽ MLAമാരായിട്ടുള്ള നിലവിലുള്ള MLAമാർ അവിടുത്തെ ഇലക്ടറേറ്റുമായിട്ട് ഫെമിലറൈസ് ചെയ്തിട്ടുണ്ട്. അവരെ നിർത്തിയാൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാം എന്നുള്ള തലത്തിലാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, CPMന്റെ MLAമാർ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ G സുധാകരൻ, തോമസ് ഐസക്, ഇങ്ങനെ ഇപ്പം P രാജീവ്, KN ബാലഗോപാൽ, ഇങ്ങനെയുള്ള പുതിയ തലമുറ MLAമാർ നല്ല പഠനം നടത്തിയ ആൾക്കാരുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പൊളിറ്റിക്കലായിട്ട് ഉദാഹരണം പറഞ്ഞാൽ കോന്നി MLA അത് ജയിച്ചേക്കാം. പക്ഷെ ജനീഷ് കുമാറിനെ ഒന്നും ഒരു MLAയുടെ ഒരു സ്റ്റാൻഡേർഡ് ഞാൻ കാണുന്നില്ല. നിയമസഭയിലെ പ്രകടനങ്ങൾ അത് നോക്കുമ്പം ചില മണ്ടത്തരങ്ങൾ പറഞ്ഞാലും സ്വരാജ് അദ്ദേഹം നല്ല പ്രകടനം നിയമസഭ നടത്തിയ MLA ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രഗത്ഭ MLAമാർ ആരും തന്നെ നിയമസഭ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ചോദ്യം കൂടി, അന്വേഷണം മറ്റുള്ള ചോദ്യങ്ങളാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇടുക്കി ശരിക്കും പറഞ്ഞ UDFന്റെ മണ്ഡലമാണ്. 77 മുതൽ VT സെബാസ്റ്റ്യൻ മുതൽ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം സുലൈമാൻ റാവുത്തറും പിന്നെ റോഷി അഗസ്റ്റിൻ മാത്രമാണ് ജയിച്ചിട്ടുള്ളൂ. റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ തവണ ജയിച്ചു. കഴിഞ്ഞ തവണ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുമ്പോൾ 5552 വോട്ട്, 4.24% വോട്ടിൻ്റെ മാർജിൻ ഉണ്ടായിരുന്നു.
അതിന് പ്രധാനപ്പെട്ട തോൽപ്പിച്ചത് ഫ്രാൻസിസ് ജോർജ് ഞാൻ കൂടി ഓർക്കണം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം റോഷി അഗസ്റ്റിന് ആ മണ്ഡലത്തിലുള്ള ഒരു അപ്രമാദിത്വമുണ്ട്, ബന്ധങ്ങൾ, പേര് ചൊല്ലി വിളിക്കുക. അത് പി ടി തോമസിനുണ്ടായിരുന്നു, മരിച്ചുപോയ പി ടി തോമസിനുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഓരോ വീട്ടിലും ഓരോ അംഗങ്ങളുടെയും പേര് ചൊല്ലി വിളിക്കുന്ന ഒരാളായിരുന്നു റോഷി അഗസ്റ്റിൻ. ആ ബന്ധത്തെ അതിജീവിച്ച് UDF സ്ഥാനത്ത് ജയിക്കുമോ? തീർച്ചയായിട്ടും ജയിക്കും. കാരണം റോഷി അഗസ്റ്റിൻ ഞാൻ പാലായിൽ ചെയർമാനായിട്ട് മത്സരിച്ചപ്പോൾ പ്രീ ഡിഗ്രിക്ക് GC മാത്യൂസ് സിന്ദാബാദ് എന്ന് വിളിച്ച ആളാണ്. എനിക്ക് അത്ര അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം ഇടുക്കി വന്നു കഴിഞ്ഞപ്പോൾ 2001 ആദ്യമായി MLA ആയിപ്പോൾ P. ജോസഫ് സാറ് PWD മന്ത്രി ആയിരുന്നുകൊണ്ടും അന്നത്തെ LDFിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നുകൊണ്ടും തൊടുപുഴ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നഴ്സ് ചെയ്തൊരു മണ്ഡലമാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ റോഡുകൾ, ഞാൻ മുരിക്കാശ്ശേരിക്കൊക്കെ 3 റീച്ച്, കരിമ്പനി എന്നുള്ള റീച്ചുകൾ, കരിമ്പൻ പാലം, അതുപോലെ തന്നെ പ്രകാശ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ ഇടുക്കി മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഫയൽ എടുത്ത് റോഷി അഗസ്റ്റിന് അതിന് ശേഷം കൊടുത്തു. ഇത്രയും PWD വർക്കുകൾ ഫോളോ അപ്പ് ചെയ്ത് അത് പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ തോപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സ്വീകാര്യത മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആദ്യം MLA ആയി വന്ന് 2001 ഒരു ഹോട്ടലിൽ വെച്ച് ഞാൻ പക്ഷെ അദ്ദേഹം അതിന് ഭാഗ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ ജയിച്ച് പോയി. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടുത്തെ ഒരു ഏറ്റവും നല്ല ഷാലോ റിസർവയറാണ് മലങ്കര. അഫോറസ്റ്റേഷന്റെ ഭാഗമായിട്ട് മലങ്കരയിലെ 450 ഹെക്ടറോളം സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിട്ടുകൊടുത്തു. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഈ മലങ്കരയുടെ വികസനം. ഇത് ഏറ്റവും കൂടുതൽ കത്തിവെച്ച ഒരു തീരുമാനമാണ്. ആദ്യമൊക്കെ ചില പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നു. അതിന്റെ ഈ നമ്മൾ ലേക്ക് സിറ്റി ഇംഗ്ലണ്ടിലൊക്കെ പോയി കണ്ടിട്ട് അതിന് ചുറ്റും ക്യൂൺസ്റ്റൺ, ന്യൂസിലൻഡ്, ഇവിടെയൊക്കെ നമ്മൾ ഈ ജലാശയവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ടൂറിസ്റ്റുകളും പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ട്. കോട്ടേജസ്, ബിൽഡിംഗ്, ഹോട്ടൽസ്, ഇതൊക്കെ വരാം. ഇതൊക്കെ മുഴുവനും തുടങ്ങാൻ പറ്റും. ഏറ്റവും കൂടുതൽ LDFന് ചാൻസ് ഉള്ള ഒരു പഞ്ചായത്താണ് കൊടയത്തൂർ, അറക്കുളം. ഇവിടെയൊക്കെ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മൂന്നാമതൊരു കാര്യം, ആസ് എ മിനിസ്റ്റർ ഇറിഗേഷൻ വകുപ്പിൽ പോലും അദ്ദേഹത്തിന് വലിയൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും CPMകാരായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇങ്ങനെ വളരെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു വിവാദം ഉണ്ടാക്കാണ്ട് മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് അദ്ദേഹം നടന്നു എന്നല്ലാതെ ഒരു മാണിസാറും ആയിട്ട് നോക്കുമ്പോൾ ഒരു നിഴല് മാത്രമായിരുന്നു റോഷി അഗസ്റ്റിൻ. അദ്ദേഹത്തെ ഇത്ര ഉള്ളൂ എന്ന് മനസ്സിലാക്കി. UDFന്റെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടിന് ഭൂരിപക്ഷം കിട്ടും ഇടുക്കിയിൽ? അങ്ങനെ ഞാൻ ഏകദേശം ഞാൻ പറയും, നമുക്ക് ഒരു കണക്കുണ്ടല്ലോ, ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. ഒരു 10-15 വോട്ടിന് ജയിക്കും. 15 വോട്ട് ജയിക്കും. അതാണ് UDF മണ്ഡലം. ആ വിഷയം അവിടെ നിൽക്കട്ടെ. അങ്ങ് ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് കേരള കമ്മ്യൂണിസ്റ്റ് വർക്കിംഗ് ഗ്രൂപ്പാണ്. KICയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. തൊടുപുഴ ഹ്യൂമൻ കോളേജിലെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ PJ ജോസഫ് 1996 വിദ്യാഭ്യാസ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ PA ആയിരുന്നു. അന്ന് കേരളത്തിൽ മുഴുവൻ നടത്തിയ വികസനങ്ങൾ, പ്രത്യേകിച്ച് തൊടുപുഴ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട റോള്, മുഴുവൻ റോള് അവകാശപ്പെടാൻ പറ്റില്ല, ഒരു പ്രധാനപ്പെട്ട റോള് ശ്രീ TC മാത്യുവിൻ്റെതാണ്, സംശയമൊന്നുമില്ല. TC മാത്യു വളരെയധികം ആരാധനയോടെ, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് PJ ജോസഫ് എന്ന് പറഞ്ഞ വലിയ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് PJ ജോസഫ്. ഇന്നിപ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല ശ്രീ TC മാത്യുവിനെ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് ശ്രീ PJ ജോസഫിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ 1980 ആണ് ന്യൂമാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വന്നത്. അന്ന് തൊട്ട് ഞാൻ KICയുടെ യുവജന പ്രസ്ഥാനത്തിൽ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അംഗമായി പ്രവർത്തിച്ചു. ഫസ്റ്റ് TC റെപ്പ്, ഡിബേറ്റിംഗ് ക്ലബ് ചെയർമാൻ തുടങ്ങിയ പല പദവികളും വഹിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ തമാശയായിട്ട് ഞാൻ പറയാറുണ്ട്, ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവൻ ഔസേപ്പത്തിനെ പോലെ ഇരിക്കണം എന്നൊക്കെ പാടി KIC കളിച്ച് നടന്ന ഒരു കാലമുണ്ട്. KICയുടെ സംസ്ഥാന സെക്രട്ടറി വരെ ആ രീതിയിൽ ഒരു വലിയ ആരാധന. വളരെ നല്ല ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് PJ ജോസഫ് സാർ. അതെ, കേരളത്തിൽ മറ്റു പലർക്കും ഇല്ലാത്ത വലിയൊരു പ്രത്യേകത. നമ്മൾ 1970 ഞാൻ ഈ സെക്രട്ടേറിയറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഹൂയിസു എന്ന് പറയുന്ന നിയമസഭാ രേഖകളുണ്ട്. എല്ലാ MLAമാരെ സംബന്ധിച്ചിടത്തുള്ള അവരുടെ പ്രൊഫൈലുള്ള ഒരു രേഖയാണ്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് 57-ലും 67-ലും 65-ലും
70-ലൊക്കെ MLA-മാരാവുന്ന ആളുകൾ മുഴുവൻ തന്നെ അഡ്വക്കേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, ഡിഗ്രി ഹോൾഡേഴ്സ്, നല്ല തറവാടികൾ എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഡീസൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ. ആ ഗണത്തിൽ ഏറ്റവും അവസാനത്തെ ഒരു ബാച്ച് ഓഫ് പീപ്പിൾ, ഒരു MLA-മാരെന്ന് പറയാവുന്നതാണ്. ഒന്ന് പിണറായി വിജയൻ, 70-ല് ഉമ്മൻചാണ്ടി സാറ്, പി ജോസ് സാറ്, ഇങ്ങനെ ഒരാൾ. അതിനുശേഷം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു മൂല്യശോഷണം ഉണ്ടായിട്ട് MLA-മാരുടെയൊക്കെ സ്റ്റാൻഡേർഡ് വളരെയധികം കുറഞ്ഞു പോയി. ഞാനൊരു പി ജോസ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം, അപ്പം 77-ലാണ് കുഞ്ഞാലിക്കുട്ടി സാർക്ക് ഒരാളെയും ഇന്ന് വരെ ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ എന്തുകൊണ്ട് പി ജോസ് സാറിനെ ആകർഷണമാവുന്നു എന്ന് ചോദിച്ചതിന്റെ അർത്ഥം, അദ്ദേഹം നല്ല കലാകാരനാണ്, പാട്ടുകാരനാണ്, തീർച്ചയായിട്ടും നല്ലൊരു കർഷകനാണ്. അങ്ങനെ നോക്കും. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ഒരു മോഡലാണ്. 78-79 കാലത്ത് UDF-ന്റെ സ്ഥാപക കൺവീനറായിരുന്നു. 80-ല് ഒരു നല്ല പ്രതിച്ഛായുള്ള ഒരു മന്ത്രിയായി റവന്യൂ വകുപ്പില് ഗ്രാമോത്സവങ്ങൾ നടത്തി. അങ്ങനെയൊക്കെ നല്ല കേരളത്തിൽ സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെയുള്ള ഭവന നിർമ്മാണ പദ്ധതി അന്നുണ്ടായിരുന്നു. അതുപോലെ വില്ലേജ് ഓഫീസ്, ഒരു 700 വില്ലേജ് ഓഫീസും അന്ന് ഈ പബ്ലിക് പാർട്ടിസിപ്പേഷനോടുകൂടി വില്ലേജ് ഓഫീസർ, അന്ന് മണക്കാടൊക്കെ അങ്ങനെ ഉണ്ടായ വില്ലേജ് ഓഫീസർ, തകഴി എൻ്റെ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു നല്ല പദ്ധതികളും ഒക്കെ ഉള്ള, ആർക്കും ഒരു ആക്ഷേപം പറയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. നമ്മളിപ്പോ ഇന്ന് ആക്ഷേപിക്കുന്ന മറ്റുള്ള എതിർ കക്ഷികളെയൊക്കെ ആക്ഷേപിക്കുന്ന, വളരെ മോശമായ തരം താഴ്ന്ന ആക്ഷേപിക്കുന്ന, എന്തു നുണയും പറയുന്ന ചില രാഷ്ട്രീയക്കാരെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തട്ട് വളരെ താണാൻ നിൽക്കും. അതാണ് അതിന്റെ കാരണം. അല്ല, ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഉള്ളിൽ തട്ടിയിട്ടുള്ള, TC മാത്യുവിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്നോ രണ്ടോ പറയാമോ? എടുത്തു പറയാവുന്ന സംസ്ഥാനത്തും തൊടുവഴി. ആദ്യം മന്ത്രിയാവുന്ന തൊട്ട് ഇന്ന് വരെ ഉള്ള അദ്ദേഹത്തിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ, MLA എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ 82-87 അദ്ദേഹം റവന്യൂ മന്ത്രിയായിരുന്നു. അന്ന് ഫ്ലഡും ഡ്രോട്ടും കേരളത്തിൽ മാറി മാറി വന്നു. അന്ന് എനിക്കറിയാവുന്ന ഒരു കാര്യം, പലരും ഇപ്പൊ ഓർക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. മാധവ് സിംഗ് സോളങ്കി എന്ന് പറയുന്ന ഗുജറാത്തിലുള്ള അദ്ദേഹമാണ് കൃഷിമന്ത്രിയും അതുപോലെ ഹോം മിനിസ്റ്ററുമാണ് ഇത് തീരുമാനിക്കുന്നത്, ഈ ക്വാണ്ടം ഓഫ് ഇത് നമുക്ക് തരേണ്ട സഹായം. അന്ന് അദ്ദേഹത്തെ, ഈ മാധവ് സിംഗ് സോളങ്കിനെ തേക്കടി കൊണ്ടുവന്ന് ബോട്ടിൽ കൂടെ കൊണ്ടുവന്ന് പാട്ടുപാടി, ഹിന്ദി പാട്ടൊക്കെ പാടി കേൾപ്പിച്ച് 235 കോടി രൂപ, ടു ബി പ്രിസൈസ്, ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അന്നത്തെ കാലത്ത് 235 കോടി രൂപ എന്ന് പറഞ്ഞാൽ 20,000 കോടി അല്ല, അത്രയും തുക കേരളത്തിൽ അനുവദിച്ചു. അതിന്റെ ഒരു കാരണം, അന്നത്തെ സർല ഗോപാൽ എന്ന് പറയുന്ന റവന്യൂ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഈ കോമ്പിനേഷൻ എന്ത് ചെയ്തു, ഒരു ഫ്ലഡ് ഉണ്ടാവുമ്പോഴത്തേനും ആ ഫ്ലഡിന്റെ വർക്കുകൾ ആദ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം, ടെൻഡർ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, എന്നിട്ട് സഹായം ചോദിക്കണം. അവിടെയാണ് ഇന്നത്തെ പിണറായി സർക്കാർ പരാജയപ്പെട്ടത്. വയനാട്ടില് ഇത് ദുരന്തം ഉണ്ടായപ്പം ദുരന്തത്തിന് വേണ്ടി കൈ നീട്ടിയിരുന്നു, പൈസ താന്ന് പറഞ്ഞു. അവർ പൈസ തന്നില്ല, വളരെ നിസ്സാര നെഗ്ലിജിബിൾ എമൗണ്ട് ആണ് നിൽക്കണേ. ആ അവിടുത്തെ നന്ന ഗ്രാവിറ്റി വെച്ച് നോക്കുമ്പോൾ കിട്ടേണ്ട പൈസയുടെ 10-1 പൈസ തന്നിട്ടില്ല. ഇതാണ് വ്യത്യാസം. ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മിനിസ്റ്ററും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസമാണ് ഒന്ന്. രണ്ടാമത്, സന്നദ്ധ സംഘടന സഹായത്തോടുള്ള ഭവന നിർമ്മാണ പദ്ധതി. അതിൻ്റെ അകത്ത് ഈ ബെനിഫിഷ്യറീസ് കോൺട്രിബ്യൂഷൻ, ഇപ്പം ഷാജിക്ക് ആൾക്കൊരു വീട് പണിത് കൊടുക്കുന്നത്, ഷാജി അതിൻ്റെ അകത്തൊരു കോൺട്രിബ്യൂട്ടർ ആവുകയാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു പദ്ധതി കൊണ്ടുവന്നു, അതൊന്ന് വിജയമായിരുന്നു. പിന്നെ 96-ലാണ് പിന്നെ മന്ത്രിയായിട്ട് വരുന്നത്. 96-2001 അദ്ദേഹം ഈ കേരളത്തില് മുനീറിന്റെ എക്സ്പ്രസ് വേ എന്ന് പലരും പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, 96-2001 പി ജോസഫ് സാർ നായനാർ മന്ത്രിസഭയുടെ സമയത്താണ് എക്സ്പ്രസ് വേ കൊണ്ടുവന്നത്. അതിന്റെ സർവേ റൈറ്റ്സ് നടത്തി, അതിന്റെ ഫോളോ അപ്പ്, അതിന്റെ ഫയലുണ്ട്, എന്റെ രീതിയിൽപ്പെട്ടു. ആ സർവേക്കകത്ത് നമ്മള് കാസർഗോഡ് മുതൽ കുന്നമംഗലത്ത് നിന്ന് ആമ്പല്ലൂർ നിന്ന് വടയമ്പാടി ടു പത്തനംതിട്ട ടു നെടുമങ്ങാട് വഴി തിരുവനന്തപുരം, ഈ സർവേ കംപ്ലീറ്റ് പൂർത്തിയാക്കി എല്ലാം ചെയ്തതാണ്. അത് MK മുനീർ വന്നപ്പോൾ ചെയ്തത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പത്തനംതിട്ട ശബരിമലയ്ക്ക് വേണ്ടിയാണ് പത്തനംതിട്ട, ആ പത്തനംതിട്ട ഒഴിവാക്കി MC റോഡിന് പാരലായിട്ട് ആ സർവേ മാറ്റി അതൊരു പുതിയ പദ്ധതിയായിട്ട് അവതരിപ്പിക്കും. സമയം 10 കൊല്ലം കളഞ്ഞു. അന്നേരമാണ്
പല ആൾക്കാരും പി ജോർജ് സാർ ചോദിച്ചില്ലേ, നമ്മള് എന്റെ അരേക്കർ സ്ഥലത്ത് ഈ ഹൈവേ വരുമ്പോൾ എന്റെ പശുവിനെ മറ്റേ സൈഡിൽ കൊണ്ടുപോയി കെട്ടണ എങ്ങനെയാണ്, പുല്ല് തീറ്റിക്കുന്നത് എങ്ങനെയാണ് വിവാദം. ഏറ്റവും കൂടുതൽ എഴുതിയത് മാതൃഭൂമി. അതായത് പൂനെ ബോംബെ എക്സ്പ്രസ് വേയിനകത്ത് മണ്ണിടിച്ചു, ഫ്രണ്ട് അടിക്കുകയാണ് ഏത്. അപ്പൊ അങ്ങനെ മാതൃഭൂമി ഒരു പരമ്പര തന്നെ, അത് വി എസ് അച്യുതാനന്ദന് വേണ്ടിയാണ് മാതൃഭൂമി എന്ന് എഴുതിക്കൊണ്ടിരുന്നത്. അന്ന് ഇത് സപ്പോർട്ടായി ചെയ്യുന്നതിൽ ഒരു പങ്ക് വി എസ് അച്യുതാനന്ദനും ഇവിടുത്തെ എൻവയറമെന്റലിസ്റ്റ് നീലകണ്ഠൻ തുടങ്ങിയ ഒത്തിരി ആളുകൾക്കുണ്ട്. ആ പദ്ധതി പി ജോർജ് സാർ കൊണ്ടുവന്നതാണ്. ചിപ്പിംഗ് കാർപ്പറ്റ് ഒഴിവാക്കിയിട്ട് BM&BC സംവിധാനം കൊടുക്കുക. 9,000 കിലോമീറ്റർ കേരളത്തിൽ സർവേ ചെയ്തിട്ട് വേൾഡ് ബാങ്കിന്റെ സഹായം നേടിയ 2 സ്റ്റേറ്റിനെ ഇന്ത്യയിൽ ആ സഹായം കിട്ടിയിട്ടുള്ളൂ. അന്ന് മിനി മാത്യു എന്ന് പറഞ്ഞ PWD സെക്രട്ടറി ഉണ്ടായിരുന്നു, അവരുടെ മിടുക്കും അതിനകത്ത് പറയേണ്ടതാണ്. അങ്ങനെ സർവേ ജയിച്ച് 2,700 കിലോമീറ്റർ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ് കണ്ട് ആ സർവേ പെടുത്തിയിട്ടാണ് നമ്മളുടെ തൊടുപുഴ മൂവാറ്റ റോഡ് ഇതുണ്ടായത്. ആ റോഡുകളൊക്കെ ഉണ്ടായത് അന്ന് ദീർഘവർഷമുണ്ട്. പക്ഷെ അതിനകത്ത് അന്ന് പി ജോർജ് സാർ കണ്ടതിനനുസരിച്ച് ഒരു 10 കൊല്ലത്തിന് തീർക്കാനായിരുന്നു. 30 കൊല്ലം എടുത്തു വഴി തീരാൻ. ആ പതിബലിന്റെ ആള് മരിച്ചതും ഒക്കെയുള്ള ഒരു ഇതിലേക്ക് തോമസ് ഐസക്ക് അതിൻ്റെ അകത്ത് ഒരു ആർബിട്രേഷൻ അവാർഡ് അനുവദിച്ചു കൊടുക്കാത്തതുകൊണ്ട് സംഭവിച്ച ചില കാര്യങ്ങൾക്ക് ഡിലേ വന്നു. അന്ന് 4 ലൈൻ ചെയ്തിരുന്നെങ്കിൽ, MC റോഡ് 4 ലൈൻ ആണെന്നെങ്കിൽ ഒരു കുറച്ചുകൂടെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നേ. ഇനി അത് 4 ലൈൻ ആക്കുമ്പോഴത്തേനും അത്രേ കെട്ടിടങ്ങൾ ഇടിച്ചു പുറത്ത് ചെയ്യണം. അതുകൊണ്ട് ഇനി പാരലൽ റോഡുകൾ, പുതിയതായി സ്ഥലമൊക്കെ ചെയ്ത് റോഡുകൾ ഗ്രീൻഫീൽഡ് ആയിട്ട് വരുന്നതാണ് നല്ലത്. അത് പറയാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, AK ആന്റണി വന്നപ്പോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജ് തുടങ്ങിയത്. AK ആന്റണി വരുന്നതിന് മുമ്പ് LDF-ല് 96-2001 നായനാർ മന്ത്രിസഭയില് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നുകൊണ്ട് ചെയ്ത കാര്യം അന്നത്തെ മുഴുവൻ ചർച്ചയിൽ പലപ്പോഴും അസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകാറുണ്ട്, ഈ +2 അനുവദിക്കുന്ന കാര്യത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ട് അന്ന് കംപ്ലീറ്റ് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെയും AK സെന്ററിൽ വിളിച്ചു വരുത്തി വെസ്റ്റ് ബംഗാളിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൊണ്ടുവന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ ഫണ്ട് മുഴുവൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പുറത്തേക്ക് പോവാണ്, കുട്ടികൾ പുറത്തു പോവാണ്, അവിടെ പിടിച്ചു നിർത്തണേ നമുക്ക് സെൽഫ് ഫൈനാൻസിങ് തുടങ്ങണം എന്ന് പറഞ്ഞ് വെസ്റ്റ് ബംഗാളിൽ തുടങ്ങാൻ സാധിച്ചു. അത് കേരളത്തിൽ നിങ്ങൾ കോപ്പി ചെയ്യണം എന്ന് ഇവരെ കൊണ്ട് പറയിച്ചു വെസ്റ്റ് ബംഗാൾ എഡ്യൂക്കേഷൻ. അങ്ങനെയാണ് LDF തത്വത്തിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജ് തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു കോളേജാണ് മുട്ടത്തെ MG യൂണിവേഴ്സിറ്റി സെൽഫ് ഫൈനാൻസിങ് കോളേജ്. അങ്ങനെ തുടങ്ങിയത് കൊണ്ടാണ് കേരളത്തിൽ പിറ്റേ വർഷം AK ആന്റണി വന്നിട്ട്, ഞാൻ ഇന്നും ഓർക്കുന്നു, ആ സമയത്താണ് അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വരുന്നു. അൽഫോൺസ് കണ്ണന്താനം, രാജു നാരായണസ്വാമി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പല മന്ത്രിമാരും അവരുടെ കീഴിൽ വെക്കാൻ തയ്യാറാവുക. കാരണം അവർ ഔട്ട്സ്പോക്കൺ ആണ്. ഇല്ലേ, രാജു നാരായണസ്വാമി അങ്ങനെയല്ല, പല പേര് പല കാരണമുണ്ട്. നമുക്ക് പറയുന്നത് നടരാജൻ എന്ന് പറയുന്ന UGC-യുടെ അവിടുത്തെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അദ്ദേഹം ആണ് അന്ന് ഓൾ ഇന്ത്യ AICTE-യുടെ ചെയർമാൻ. അദ്ദേഹത്തെ സാറ് കണ്ട് അദ്ദേഹത്തെ നമുക്കിവിടെ അനുവദിക്കാം, കോളേജിൽ അനുവദിക്കാം എന്ന് തന്നിട്ട് ഈ സമയത്താണ് അൽഫോൺസ് കണ്ണന്താനം വരുന്നത്. അൽഫോൺസ് കണ്ണന്താനം വന്നപ്പം എന്ത് ചെയ്തു, ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പിന്നെ ചീഫ് സെക്രട്ടറി, അദ്ദേഹമാണ് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി. അദ്ദേഹത്തിൽ നിന്ന് ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എടുത്ത് അൽഫോൺസ് കണ്ണന്താനത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തോട് പോയിട്ട് സാറ് പറഞ്ഞു, ഇവിടെ നടരാജന്റെ അടുത്ത് പോയിട്ട് ഇതിന് മുഴുവൻ സാക്ഷ്യം പഠിച്ചു. പുള്ളി പോയി കൊണ്ടുവന്നു. അതാണ് ഇപ്പൊ അൽഫോൺസ് കണ്ണന്താനം സാർ പറഞ്ഞ ഞാനാണ് സെൽഫ് ഫൈനാൻസ് കൊണ്ടുവന്നത്. ഇതൊക്കെ ഇതിന്റെയൊക്കെ മുഴുവൻ മൂല കാരണം ഇതിനകത്ത് ഇത് അന്നത്തെ പൊളിറ്റിക്കൽ നേതൃത്വമാണ്. ശരി. അടുത്ത ചോദ്യം. PJ ജോസഫ് നല്ലൊരു ലീഡറാണ്, നല്ലൊരു കലാകാരനാണ്, നല്ലൊരു കർഷകനാണ്, കാർഷിക മേഖലയെക്കുറിച്ച് ശരിക്കും തുറവൂരി നോളജുള്ള ആളാണ്, നല്ലൊരു പൊളിറ്റീഷ്യനാണ്, നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. ഈ 4 കാര്യങ്ങളിൽ PJ ജോസഫ് വെളിമെടുക്കാൻ. ഈ PJ ജോസഫിൻ്റെ കുറവ്, ആർക്കും ഒരു കുറവുണ്ടാവുമല്ലോ. ഇപ്പോൾ നെപ്പോളിയൻ വലിയ ധീരനായിരുന്നു. ഒരു യുദ്ധത്തിൽ മാത്രമാണ് നെപ്പോളിയൻ തോറ്റേക്കുന്നത്, വാട്ടർലൂവിലാണ്. അത് നെപ്പോളിയൻ ഒരു കുറവിലാണ് എതിരാളി പിടിച്ചത്. നെപ്പോളിയൻ പൂച്ചയെ പേടിയായിരുന്നു, അപ്പോൾ പൂച്ചയെ കൊണ്ടിറക്കി വിട്ട് അങ്ങനെയാണ്, അതൊക്കെ അത് വേറെ. അപ്പം ഏതൊരാൾക്കും ഈ ഒരു കുറവ് പ്രശ്നം ഉണ്ടാവും. അത് കാണുന്ന PJ ജോസഫിൽ കാണുന്ന ആ പ്രശ്നം വലിയ ഗൗരവമുള്ള പ്രശ്നമല്ല, ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരാളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാവും. അങ്ങനെ തടസ്സമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ PJ ജോസഫിന് ഉണ്ടായിട്ടുണ്ട്? എന്താണ് അങ്ങനെയുള്ള എന്തെങ്കിലും കുറവുകൾ എന്ന് പറയാൻ പറ്റും? അങ്ങനെയുള്ള വീക്ക്നെസ്സുകൾ കുറവാണ്. പക്ഷെ എങ്കിലും അല്ല, ലീഡർ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തിന് പറ്റിയ ഒരു ഇത് ഞാൻ പറയാം.
1989 89 അന്ന് UDF ഇടുന്നു. ആർ ബാലകൃഷ്ണപിള്ള ഇവിടെയും, അന്ന് TN ജേക്കബും മാണി സാറും ഒന്നും, ബാലകൃഷ്ണപിള്ളയും ഫിറോസ് സാർ. ബാലകൃഷ്ണപിള്ളനെ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് വീണ്ടും മന്ത്രിയാക്കാനും ഇല്ലെങ്കിൽ അങ്ങനെയാണ് ബാലകൃഷ്ണപിള്ള ജോസഫ് സാറിനോട്. ഈ സമയത്ത് 89 ലോക്സഭ ഇലക്ഷന് സീറ്റ് നിർണ്ണയം വന്നു. ആ സീറ്റ് നിർണ്ണയം വന്നപ്പോൾ മൂവാറ്റുപുഴ സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റിന് പകരം ഇടുക്കി ആണ് കൊടുത്തത്. അപ്പൊ അന്ന് UDF ജോസഫ് സാറ് ഇടുക്കിയിൽ മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ബഹുഭൂരിപക്ഷ വോട്ടും ജയിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം മൂവാറ്റുപുഴ ഇടുക്കിയിൽ കോൺഗ്രസുമായിട്ട് ചില തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് മൂവാറ്റുപുഴ സീറ്റ് സിറ്റിംഗ് സീറ്റാണ്, മാണി ഗ്രൂപ്പിന് ഇടുക്കി കൊടുക്കുക എന്നുള്ള ഒരു സ്റ്റബേൺ നിലപാടെടുത്തു. അവിടെ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് AKNയാണ്. ഒരുപക്ഷെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള അന്നത്തെ രണ്ട് ഏറ്റവും പ്രമുഖ നേതാക്കളാണ്. അതിനുശേഷം ഇത് വളരെ വ്യക്തിപരമായി എനിക്കറിയാവുന്ന കാര്യം, അന്ന് കോൺഗ്രസിന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ ഫിറോസ് സാറിന് 68,211 വോട്ടാണ് കിട്ടി. തോറ്റു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ചാടി ചിരിച്ച ആള് AKNയാണ്. അദ്ദേഹമാണ് ഈ സീറ്റ് അന്ന് നിശ്ചയിച്ചത്. അത് ഫിറോസ് സാറിന് ഭയങ്കര കരുണാകരൻ. അതിന്റെ കാരണമുണ്ട്. 82 80 തൊട്ട് 82 വരെ LDFൽ ഇരുന്ന AKN അദ്ദേഹം ഈ UDFിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്തു. അദ്ദേഹം ചർച്ച ചെയ്ത് ഫിറോസ് സാറിനോട് മാത്രമാണ്. അന്ന് ചില പ്രത്യേക വീടുകളിൽ 80 മുതൽ 82 വരെ 82 അന്നത്തെ ആന്റണി ഗ്രൂപ്പ് LDFലാണ്. UDFിൽ വരാൻ വേണ്ടി കരുണാകരനെ പുള്ളിക്ക് വിശ്വാസമില്ല. ആ കരുണാകരൻ എന്തായിരിക്കും ചെയ്യണമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഫിറോസ് സാറിനെയാണ് അദ്ദേഹം ആശ്രയിച്ചത്. ഇവര് തമ്മിൽ എറണാകുളത്ത്, ഞാൻ മനസ്സിലാക്കുന്ന ഈപ്പൻ വർഗീസിന്റെ പള്ളുരുത്തിയിൽ വീട്ടിലാണെന്നാണ് പറഞ്ഞത്. അത് വളരെ വണ്ടിയൊക്കെ മാറി വന്നു. അങ്ങനെ ഇവർ ചർച്ച ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അത്രയും AKNയായിട്ട് ഉള്ള ബന്ധം ഉണ്ടായിട്ട് അദ്ദേഹം ഇങ്ങനെ തിരിച്ചു ചെയ്തു എന്നുള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കാം. പുള്ളി ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിയല്ലോ. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് മത്സരിച്ച് 68,000 വോട്ട്. ആൾക്കാർ കളിയാക്കി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ 68,000 വോട്ട് കിട്ടി, 3ാം സ്ഥാനത്താണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗ്യാപ്പ് പോയി എന്നൊക്കെ പറഞ്ഞു. 68,000 വോട്ട് അന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് നിന്ന് മൂവാറ്റുപുഴയിലെ പാർലമെന്റ് പിടിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് LDF അദ്ദേഹത്തിന് വോട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് LDF EMS ഉള്ള സമയമാണ് LDFൽ എടുക്കുക. അത് കഴിഞ്ഞിട്ടെടുത്ത രണ്ടാമത്തെ ആ തീരുമാനം. രണ്ടാമത് 91 അങ്ങനെ ഇടുക്കി മോശമാണെങ്കിൽ ഇടുക്കിയിൽ 91 പാർലമെന്റ് മത്സരിക്കുമ്പോ അന്ന് ഞാൻ മുന്നണി മാറിക്കോട്ടെ. മുന്നണി മാറുമ്പോഴത്തേക്ക് ഇടുക്കിയിലെ ചാൻസ് കുറവാണ്. ഇടുക്കി ഒരു പരമ്പരാഗതമായിട്ട് UDF മണ്ഡലമാണ്. ഇവിടെ മത്സരിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു. അന്ന് മണക്കാട് മണ്ഡലം പ്രസിഡന്റ് ചാർജ് ഇരിക്കുന്നത്. അന്ന് ഇവിടെ പാപ്പട്ടി ഹാളിൽ വെച്ചുള്ള യോഗത്തില് ഞാൻ എൻ്റെ ഒരു നിലപാട് പറഞ്ഞു. MM ഗോവിന്ദൻ നായർക്കും ശ്രീകണ്ഠൻ നായർക്കും PKVക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ സാറ് പാർലമെന്റിൽ മത്സരിക്കരുത്. ഇതെല്ലാം LDFന്റെ കടകക്ഷി നേതാക്കൾ തോറ്റ കാര്യമാണ് എന്ന് പറഞ്ഞു. പുള്ളി സാറ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്നോട് ചോദിച്ചു. അന്ന് PC ജോസഫിനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് തൊടുപുഴ MLA ആയിട്ട് പുള്ളിയെ തീരുമാനിച്ച വന്നെ. തൊടുപുഴയുടെ കാര്യത്തിൽ സാർ മാറി ചിന്തിക്കണം എന്ന് PC ജോസഫിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അതിന് ഇപ്പോഴും ആ PC ജോസഫിന്റെ എന്നോട് വിരോധമുണ്ട്. എനിക്ക് അറിയാമെന്ന് തോക്കുന്നു. അന്ന് ഞാനൊരു പേര് പറഞ്ഞു, UV ജോൺ സാറിന്റെ. പൊളിറ്റിക്കലായിട്ട് ആരെയും നിർത്തുന്നില്ലെങ്കിൽ UV ജോൺ സാറിനെ നിർത്തിയാൽ സാറ് എങ്ങാനും ശിഷ്യസമ്പത്തുണ്ട് ഒരുപാട്. പാർലമെന്റിൽ തോറ്റ് തിരിച്ചു വന്നാലും അസംബ്ലിയിൽ ചിലപ്പം തിരിച്ചു വരാൻ പറ്റുമായിരുന്നു. അത് ഒരു തീരുമാനം. അന്ന് LDFിലേക്ക് പോയപ്പോൾ തിരുനക്കര മൈതാനത്ത് വെച്ച് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, കലപ്പയിൽ കൈ പിടിച്ച നോക്കാൻ. അത് പക്ഷേ തിരിച്ച് വീണ്ടും UDF വരുന്ന 20 കൊല്ലത്തിന് ശേഷം 2009 പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് LDFിൽ പോണ സമയത്ത് മനോരമയൊക്കെ നാച്ചുറലി എഴുതുമല്ലോ. അങ്ങനെ എഴുതുമ്പോൾ മനോരമ പത്രം കത്തിക്കുന്നു, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാവുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ആരും ഓർക്കുന്നില്ലാത്തൊരു കാര്യമാണ്, ഈ ഇവിടെ റബ്ബർ കൃഷി, മറ്റും തെങ്ങ് വേണം, റബ്ബർ കൃഷി ഇനി അവസാനിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഒരു ക്യാമ്പയിൻ സാറ് തന്നെ തൈ ഡെവലപ്പ് ചെയ്ത് തെങ്ങിൻ തൈ ഇവിടെ വിതരണം ചെയ്ത് കൊണ്ടുവന്നു. അത് വീണ്ടും റബ്ബറിന് വില കൂടി കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ ഒരു ശരിക്കും ഒരു ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ്
ഒരു കാര്യം പറയുമ്പം നമ്മൾ നാച്ചുറലി ആ കാര്യം നമ്മൾ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാലിച്ചാണെന്ന് പറയുന്നത് അതൊക്കെ അല്ലേ? അതൊക്കെ അത് അങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. ഇനി പൊളിറ്റിക്കലായിട്ടുള്ള ഇങ്ങനെ 2-3 കാര്യങ്ങളാണ്. പിന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് UDF-ലേക്ക് തിരിച്ചു വരിക. ഒരു കാര്യം മനസ്സിലാക്കണം, 2 MLA-മാരുടെ ഭൂരിപക്ഷത്തിലെ ഒരു മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മന്ത്രിസഭ, കോൺട്രവേഴ്ഷ്യൽ മന്ത്രിസഭ, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ മന്ത്രിസഭ തിരിച്ച് ജയിക്കുമെന്ന് ഒരു ചാൻസും ഇല്ലാത്ത ഒരു മന്ത്രിസഭയാണ്. അപ്പോ മാണി സാറ് മുഖ്യമന്ത്രിയായിട്ട് ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം ലാസ്റ്റ് തിരിച്ച് പിണറായി 2016 ഇലക്ഷൻ വരുന്നു. ആ ഫോർമുലയില് സാറ് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ 10 വർഷവും അദ്ദേഹം PWD മന്ത്രിയായി ഇവിടെ ഉണ്ടായിരുന്നതിനെ തൊടുപുഴയുടെ വികസനം പതിമടങ്ങും. അപ്പൊ ആ തീരുമാനത്തിൽ എടുത്തതിൽ പാലിച്ച പറ്റിയെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി, തെറ്റുപറ്റാത്തവരല്ല PJ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം. ഇപ്പൊ 89 മൂവാറ്റുപുഴ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തരുന്നില്ലെങ്കിൽ മുന്നണി വിടുമെന്ന് പറഞ്ഞ ആളാണ് PJ ജോസഫ്. അതെ, സ്ട്രോങ് ആയിട്ട് തീരുമാനം ഡിക്ലെയർ ചെയ്യുകയും മാറുകയും ചെയ്തു. എന്നാൽ 2026 അവർക്കുണ്ടായിരുന്ന 10 സീറ്റിൽ 4 സീറ്റ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടും PJ ജോസഫ് ഖമാന്ന് രക്ഷാൻ വേണ്ടിയില്ല. 2 സീറ്റ് കൊണ്ടുപോയപ്പോഴും ഖമാന്ന് രക്ഷാൻ വേണ്ടിയില്ല. എന്തുകൊണ്ട്? പഴയ ആ PJ ജോസഫിന്റെ പ്രൗഢിയും ആ തൻ്റെടവും ആ ആദർശശുദ്ധിയും കൈമോശം വന്നു പോയോ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് പ്രായമാവുന്നതനുസരിച്ചുള്ള ആ വികറും വാശിയൊക്കെ കുറയണമല്ലോ. അത് നാച്ചുറൽ ഉണ്ടായിരുന്നോ? അല്ല, അംഗബലം കുറഞ്ഞോ? പാർട്ടിക്ക് അംഗബലം കുറഞ്ഞാലും സംഭവിക്കാം. തീർച്ചയായും ആള് പോയാൽ കൂടെ പുറകെ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ആളില്ലെങ്കിൽ ഈ രീതിയിൽ പെട്ടെന്ന് ഒരു തീരുമാനത്തിന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ആള് പോയി എന്നുള്ളത് എതിരാളി കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുമ്പോൾ ഇവരിവിടെ മത്സരിക്കുന്ന കാര്യം നമ്മൾ മത്സരിച്ചാൽ മതി എന്ന തീരുമാനത്തിൽ എത്തുകയും PJ ജോസഫ് അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്തതെന്ന് വെച്ചിട്ടുള്ളത്. 8 MLA-മാരുണ്ടായിരുന്ന പാർട്ടി 2 MLA-മാരേ ഉള്ളൂ കറണ്ടായിട്ട് ഉണ്ടായിരുന്നു. അതേ ഉള്ളൂ. അപ്പൊ പാർട്ടിയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു കാര്യം ആലോചിക്കേണ്ട കാര്യം ഇപ്പൊ കേരള കോൺഗ്രസിന്റെ കാരണവന്മാർ ഉള്ള അവരുടെ മക്കൾ കേരള കോൺഗ്രസിൽ വണ്ണം നിർബന്ധമില്ല. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നമ്പർ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറയാം. അത് പാർട്ടിക്ക് ക്ഷീണം പറ്റിയിട്ടുണ്ട്. ക്ഷീണമുണ്ട്. ഒരുപാട് നേതാക്കന്മാർ പോയി, അനുയായികൾ വിളർപ്പ്, ഈ വളരും തോറും വളരും എന്ന് പറയുന്നത് ഇത് 2-3 കൊല്ലമായിട്ട് 2-3 വർഷമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് PJ ജോസഫ് കേരള കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനങ്ങളും, ഒരു ധർണയില്ല, പ്രകടനമില്ല, യാതൊന്നുമില്ല. മുനിസിപ്പാലിറ്റിയിൽ 2 സീറ്റ് മാത്രം കിട്ടിയെന്ന് പറയണം. അവരുടെ വത്തിക്കാൻ എന്ന് വേണ്ടി പറയും, തൊഴിലുറ അവിടെ കിട്ടിയ 2 സീറ്റാണ്. അപ്പോൾ ശരിക്കും ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്ന എന്തോ ഒരു പ്രവണത നടക്കുന്നുണ്ട്. അതും അവിടെ PJ ജോസഫ് വളരെ ആക്റ്റീവായിട്ടൊന്നും മിണ്ടുന്നില്ലെന്നുള്ളതാണ്. പുള്ളി നിശബ്ദനായി മാറിയതുപോലെ തോന്നുന്നു. അല്ല, എനിക്ക് അതിനോട് അഭിപ്രായമില്ല. കാരണം അങ്ങനെ പാർട്ടി വിട്ടുപോകുന്നൊന്നുമില്ല. പാർട്ടിയെ തുടർന്ന് ആൾക്കാർ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണം തരാം. കേരളത്തിലെ UDF-ന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ ആരാ? ലീഗാണ്, മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ പല സീറ്റുകളും തോറ്റു പോകും. എന്നാൽ ലീഗിന് ജയിക്കാൻ കോൺഗ്രസിന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം 27 സീറ്റോ ലീഗ് മത്സരിക്കും. അതേസമയം അവരുടെ സ്ട്രെങ്ത് വെച്ചാണെങ്കിൽ അവർക്കൊരു 30-35 സീറ്റ് വേണമെങ്കിൽ വാങ്ങിക്കാം. കേരളത്തിൽ 30%-തോളം 29-30% മുസ്ലിംസ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ അവർക്കൊരു തീർച്ചയായിട്ടും ഒരു 30-35 സീറ്റ് വേണമെങ്കിൽ മത്സരിക്കാം. അവർ ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം അത് അറിഞ്ഞു വേണം കേരള കോൺഗ്രസ് ബാർഗൈൻ ചെയ്യാൻ. പ്രത്യേകിച്ച് പണ്ടൊക്കെ കേരള കോൺഗ്രസ് എപ്പോഴും ഈ സീറ്റ് നിർണ്ണയത്തിന്റെ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നണിയിൽ ഒരു വലിയ പ്രശ്നമാണ് എന്നുള്ള മറ്റുള്ള മീഡിയ ക്യാമ്പയിൻ ചെയ്യാറ്. അത് ഒഴിവാക്കാനും കൂടിയാണ് ഈ പ്രാവശ്യത്തേക്ക് മാത്രം ഞാൻ കണ്ടതാണ്. ഈ പ്രാവശ്യത്തേക്ക് മാത്രം ആണ് 2 സീറ്റ് തിരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതെ അമിക്കബിളായിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്തു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഈ 2 സീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ പൂഞ്ഞാറെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസിന് പറ്റിയൊരു സീറ്റായിരുന്നു. കാഞ്ഞിരപ്പള്ളിയോ പൂഞ്ഞാറോ അത് ഉണ്ടായില്ല. ഒരു പക്ഷേ അത് ആ ബാർഗൈൻ കപ്പാസിറ്റി അല്പം കുറഞ്ഞുകൊണ്ടായിരിക്കാം. ഏതായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടായിരിക്കാം. ശരി, അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്. സമയം കഴിഞ്ഞു പോകുന്നു. ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ തിങ്കളാഴ്ച റിസൾട്ട് വരുമ്പോൾ തൊടുപുഴയിൽ അബു ജോൺ ജോസഫാണ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യത. UDF-ന് ഭൂരിപക്ഷം കിട്ടുമെന്ന് താങ്കൾ പറയുന്നു. ഇത് രണ്ടും സംഭവിക്കുകയാണെങ്കിൽ അബു ജോൺ ജോസഫ് തൊടുപുഴയ്ക്ക് വേണ്ടി
ചെയ്യേണ്ട ചില കാര്യങ്ങൾ അങ്ങയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒന്നാമതായിട്ട് കേരളത്തിലെ നമ്മൾ ഈ ജനകീയാസൂത്രണം വഴി കേരളത്തിലെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ഹൈവേകൾ ഒന്നോ രണ്ടോ, മൂവാറ്റുപുഴ പുനലൂര്, തൊടുപുഴ പുളിയമ്മല, ഈ 2 ഹൈവേ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വർക്കുകൾ എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ 5 സ്റ്റേറ്റ് ഹൈവേ, മൂവാറ്റുപുഴ തേനി, കോട്ട റോഡ്, അതുപോലെ തന്നെ വിജയപുരം ഊന്നുകല്ല്, ശബരിമല കൊടൈക്കനാൽ, എറണാകുളം തേക്കടി, ആലപ്പുഴ മധുര, ഈ ഹൈവേകൾ ഡിക്ലെയർ ചെയ്തു. ഇവിടുത്തെ ചില റോഡുകളൊക്കെ പാപ്പട്ടിയുള്ള റോഡൊക്കെ സ്റ്റേറ്റ് ഹൈവേ ആണ്. അങ്ങനെയുള്ള ഈ സ്റ്റേറ്റ് ഹൈവേ ഉള്ളതുകൊണ്ടാണ് ഈ വർക്കുകൾ ഉണ്ടാവാൻ പറ്റിയത്. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ ഇഷ്ടംപോലെ ഈ തൊടുപുഴയില് ബൈപ്പാസുകളുണ്ട്. ബൈപ്പാസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഫയൽ അവിടെ നിന്ന് അയക്കുമ്പോൾ ശിവദാസമേനോന്റെ ഓഫീസിൽ നിന്ന് ഡെഫേർഡ് ഫോർ ബെറ്റർ ടൈംസ് എന്ന് തിരിച്ചയക്കും. അപ്പോ ഞാൻ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ്, ഇവിടുന്ന് ഫയൽ അയക്കുമ്പോൾ അവിടുത്തെ ഏക്സിയോട് പലിയോട് പറയും അത് തൊടുപുഴ സബ് ഡിവിഷൻ വെക്കരുത്, ഇടുക്കി ഡിവിഷൻ എന്ന് മാത്രം വെച്ച് അയക്കണം. അങ്ങനെ അയച്ചാണ് ഈ ഇതിന് മുഴുവൻ സാക്ഷ്യം മേടിച്ചത്. അവിടുത്തെ നല്ല PR എനിക്കുണ്ടായിരുന്നു ഈ ശിവദാസമേനോന്റെ ഓഫീസിലൊക്കെ. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നേടിയെടുത്തത്. തൊടുപുഴയിലെ സിവിൽ സ്റ്റേഷനുകൾ വന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ കോംപ്ലക്സ് വന്നിട്ടുണ്ട്, അതുപോലെ രജിസ്ട്രേഷൻ കോംപ്ലക്സ് വന്നിട്ടുണ്ട്. അല്ല, ഇതൊക്കെ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തൊടുപുഴയിലെ നമ്പർ 1 ഈ ഇവിടുത്തെ ഇതിൽ ഒഴുകുന്ന പുഴ, അത് പൊള്യൂട്ടഡ് ആണ്. ഇവിടുന്ന് എല്ലാ വേസ്റ്റും കക്കൂസ് മാലിന്യവും ഇതിലാണ് പോണേ. തൊടുപുഴയുടെ വായു എന്ന് പറയുന്ന പുഴയാണ്, അത് പ്രൊട്ടക്ട് ചെയ്യണം. രണ്ടാമത് ഇവിടെ മലങ്കരയിലെ ടൂറിസം പ്രോജക്ട് മാത്രമല്ല, അത് വികസിപ്പിച്ച ഷാലോ റിസർവയർ, കേരളത്തിലെ ഏക ഷാലോ റിസർവയർ, ഏക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ചുറ്റും മനോഹരമായിട്ടുള്ള ടൂറിസം മാപ്പിൽ കൊണ്ടുവരാവുന്ന ഒരു സ്ഥലമാണ്. അത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ എസ്റ്റേറ്റ്, മലങ്കര എസ്റ്റേറ്റ്, അത് ഏറ്റെടുത്തിട്ട് പല പ്രാവശ്യം എയർ സ്ട്രിപ്പ് പോലും ഇവിടെ പറഞ്ഞിരുന്നു, അതുണ്ടാവണം. കൊച്ചിക്ക് ഒരു സബർബൻ ഹൈവേ പറഞ്ഞിരുന്നു, ആ ഹൈവേ ഉണ്ടാവണം. ഇപ്പൊ നമ്മള് ഒരുപക്ഷെ ആരും അറിയില്ലാത്ത കാര്യം, 82-87 കാലഘട്ടത്തിൽ ഈ കേരള കോൺഗ്രസ് ക്യാമ്പിലൂടെ അങ്കമാലി ശബരിമല റെയിൽവേ ആദ്യം കോയിൻ ചെയ്ത് പി സാറാണ്. 89 PC തോമസ് സാർ MP ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ആവശ്യപ്പെട്ട് സാങ്ഷൻ ചെയ്യിച്ചു. ഇവരുടെ കോൺട്രിബ്യൂഷൻസ് മറക്കാൻ കഴിയില്ല. അപ്പൊ ആ ശബരിമല ഹൈവേ ഇപ്പൊ പണി തുടങ്ങുന്നു. അത് തിരുവനന്തപുരം വരെ നീട്ടണം, അത്യാവശ്യമായി ഡബിൾ ലൈൻ നീട്ടണം. ഈ വളവ് തിരുവള്ളാകുമ്പോഴത്തേനും പഴയ ഫാസ്റ്റ് ട്രെയിൻ ഓടാൻ പറ്റില്ല, അതനുസരിച്ചുള്ള അതിനുണ്ടാവണം ഈ സബർബൻ ഹൈവേ എറണാകുളത്ത്. ഇനി എല്ലാവരും മറന്ന് ഇവിടെ ആരും പറയാത്തൊരു കാര്യമാണ്, MC റോഡിന്റെ പാരലൽ റോഡിന്റെ കംപ്ലീറ്റ് ഹൈവേ DPR തയ്യാറായി. ആ ഹൈവേ ചിറ്റൂർ കൂടെ കടന്ന് കതിരിക്കാട് കൂടി ഇങ്ങനെ കല്ലൂർക്കാട് കൂടി ആണ് പോകുന്നത് എയർപോർട്ടിലേക്ക്. ആ ഹൈവേ DPR ക്യാൻസൽ ചെയ്തു. അത് ഈ തൊടുപുഴയ്ക്ക് ഭയങ്കര നേട്ടം ഉണ്ടാക്കുന്ന ഒരു ഹൈവേ ആയിരുന്നു. കൊച്ചി തേനി മധുര ഹൈവേ, അത് മൂന്നാറാണ്. അത് നമ്മളിപ്പം പെരുമ്പല്ലൂര് വഴി ആവോലി പോസ്റ്റ് ഓഫീസ്, കല്ലൂർക്കാട്, തെന്നത്തൂര്, വണ്ണപ്പുറംകൂടി, തുരങ്കം വഴി ഇവിടെ ചതുരംഗപ്പാറ, ഒരു നമ്മുടെ മണിയാശാന്റെ നെടുകണ്ടത്തിന് അവിടെ ചെന്ന് കയറും. ആ ഹൈവേ എന്തുകൊണ്ട് അത് ഈ കതിലിക്കാടിനിപ്പുറം വന്നു കഴിഞ്ഞാൽ, കതിലിക്കാടിന് ഇപ്പുറത്തൂടെ വാഴക്കുളം പൈനാപ്പിളിനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു ഹൈവേ വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ തൊടുപുഴയുടെ അങ്ങേ സൈഡിലൊരു ബൈപ്പാസ് ഇല്ലാത്തതിന്റെ ഒരു ഗുണം ചെയ്യാം. എറണാകുളം തേക്കടി ആ ഹൈവേ നാഷണൽ ഹൈവേ ആക്കി ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ മലങ്കര ടച്ച് ചെയ്ത്, ഈ ഹൈവേ മലങ്കര ടച്ച് ചെയ്ത് കുന്നം നടുക്കണ്ടം ഒരു ഹൈവേ നമ്മൾ പണ്ട് പ്രപ്പോസ് ചെയ്തിരുന്നു, അത് നടന്നിട്ടില്ല. അങ്ങനെ മലങ്കര പോയിട്ട് മലങ്കര വഴി വാഗമൺ വഴി കുമളിക്ക് ഒരു ഹൈവേ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം നേട്ടമുണ്ടാകും. പലരും പറയാത്തൊരു കാര്യം, നമ്മളിപ്പം അങ്കമാലി ശബരിമല റെയിൽവേ വരുന്നു, ഇതിന് കോട്ടയത്തുനിന്നോ ഏറ്റുമാനൂരിൽ നിന്നോ ഒരു ലിങ്ക് പാലായ്ക്കോ ഭരണങ്ങാത്തനോ കൊടുത്തിട്ട് എയർപോർട്ടിന്റെ അവിടെ ഒരു ലിങ്ക് കാലടിക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കുലർ റെയിൽവേ ഉണ്ടാവാം. നമുക്കിപ്പോ കൊച്ചിയിൽ നിന്ന് ഒരുപക്ഷെ ഭാവിയിൽ ഒരു മെട്രോ തൊടുപുഴയ്ക്ക് വരാം. ഇപ്പൊ കൊച്ചി മുങ്ങിപ്പോകുന്നു എന്ന് പറയുന്നു, കൊച്ചി എല്ലാ വർഷവും മുങ്ങുന്നുണ്ട് എന്ന് പറയുന്നു. ഒരു പക്ഷേ 50 വർഷം കഴിയുമ്പോൾ കൊച്ചിയിൽ വെള്ളം കെട്ടുണ്ടാവാം. അതുകൊണ്ട് താമസിക്കാൻ പറ്റുക ഏറ്റവും നല്ല എയർ, ഏറ്റവും നല്ല വാട്ടർ എല്ലാം ഉള്ളതാണ് മലങ്കര. ഇവിടെ ഒരു വലിയൊരു നമ്മുടെ താമസ സമുച്ചയം ഉണ്ടാക്കിയിട്ട് IT വ്യവസായങ്ങൾ, അല്ലാണ്ട് ഇവിടെ പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യവസായം കൊണ്ടുവരരുത്. എല്ലാവരും ധാരണ ഇങ്ങനെ ഈ വ്യവസായം എന്ന് പറയുമ്പോഴത്തേനും പൊള്യൂട്ടഡ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മള് ഏരൂര് ഇല്ലെങ്കിൽ
നമ്മുടെ ആലുവയൊക്കെ നമുക്ക് ഒരു ഫ്ലാറ്റിൽ പോലും താമസിക്കാൻ പറ്റില്ല, അത്രമേൽ പൊള്യൂട്ടഡ് എയറാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ പൊള്യൂട്ടഡ് വ്യവസായം കൊണ്ടുവരാണ്ട് ആയുർവേദം, അതുപോലെ തന്നെ നമുക്ക് വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ കോളേജുകൾ, ഇങ്ങനെയുള്ള ഇനി വേണ്ടത് ഇനി ഒരു സ്കില്ലിലാണ്. എല്ലാം AI വരുന്നതുകൊണ്ട് ഈ പോളിടെക്നിക് ഒക്കെ പഠിച്ച പിള്ളേർക്കാണ് ഇനി ചാൻസ് കൂടുതൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ അങ്ങനത്തെ സ്കില്ല് അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ കൊണ്ടുവരാം. ഒരുപക്ഷെ പെരിന്തൽമണ്ണ കുറെ അധികം ഈ മെഡിക്കൽ രംഗത്ത് മെഡിക്കൽ കോളേജും ഹോസ്പിറ്റൽസും ഉണ്ട്. തൊടുപുഴ അങ്ങനത്തെ ഹൈ റേഞ്ചുകാർക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു മെഡിക്കൽ ഹബ്ബായിട്ട് വേണമെങ്കിൽ തൊടുപുഴ മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ LSM മെഡിക്കൽ കോളേജ് ഉണ്ട്, ഒരു മെഡിക്കൽ കോളേജോ അങ്ങനെ പലതും കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നേരത്തെ ആദ്യത്തെ വർഷം UDF വരുന്നതെങ്കിൽ ആദ്യത്തെ വർഷം ഇതെല്ലാം അതിന്റെ ഭംഗിയായിട്ട് AS മേടിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ 5 വർഷം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അവസാനത്തെ വർഷം ഇതിന് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. അതിന് പറ്റിയ ഈ ഒരു ടീമിനെ, ഒരു കോർ ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ട് അവരിലൂടെ ഇത് ഒരാൾക്ക് മാത്രം, ഇപ്പം ഞാൻ ചോദിക്കട്ടെ XOR ആരെങ്കിലും മന്ത്രിയായി നോക്കും, സാധിക്കില്ല. മന്ത്രിയുടെ ചുറ്റും നല്ലൊരു ടീം ഉണ്ടായാൽ മാത്രമേ നടക്കുള്ളൂ. അന്ന് 96-2000 നല്ലൊരു ടീം ഉണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു ടീം ഉണ്ടായിട്ടില്ല. അതാണ് പലരും ഇപ്പൊ വിരലിൽ കൊണ്ടുവന്നത്. തൊടുപുഴ കഴിഞ്ഞ 15 വർഷം എന്ത് ചെയ്യുന്നു ചോദിക്കുന്നത്. അത് LDF ഒരു വൈര്യനിരാധന ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസനം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നതിന് എനിക്ക് അഭിപ്രായമില്ല. കാരണം മാരിക്കലിങ്ക് പാലത്തിന്റെ മുകളിൽ കൂടെ റിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നിട്ട് ഇപ്പൊ ചെയ്യൂന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അർത്ഥം തൊടുപുഴയുടെ LDFന്റെ വീഴ്ചയാണത്. അതിനെ LDF UDF എന്ന് കാണാതെ തൊടുപുഴ എന്ന് പറയുമ്പോൾ തൊടുപുഴയുടെ അകത്ത് BJP-നെ എടുക്കണം. സെന്ററിൽ നിന്ന് ഇപ്പൊ സുരേഷ് ഗോപി സെൻട്രലിലെ ടൂറിസത്തിന്റെ ചാർജുള്ള മന്ത്രിയാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്തുകൊണ്ട് മലക്കരയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അൺസ്പെൻഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഫണ്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ആയുഷിന്റെ നേതൃത്വത്തിലൊക്കെ ഇവിടെ നാഗാർജുന ഉണ്ട്, ധന്വന്തിരി ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആയുർവേദ ശാലകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ്, റിസർച്ച് സെന്ററുകൾ, ട്രീറ്റ്മെന്റ് ഹബ്ബ്, ആയുഷിന്റെ നേതൃത്വത്തിൽ സെന്ററിൽ നിന്ന് ഫണ്ട് കിട്ടും. 1000 കോടി രൂപ കിട്ടാവുന്നതാണ്. അത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം അപ്പുവിന്റെ ഇത് കണ്ടു, ഒരു സിനിമയുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. സിനിമാക്കാർ വരുമ്പോൾ ഹോളിവുഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുമ്പോൾ തന്നെ ആൾക്കാർ താമസിക്കാൻ പറ്റിയ ഈ മലങ്കരയായിട്ട് ബന്ധപ്പെട്ട് താമസ സൗകര്യങ്ങൾ, ഗസ്റ്റ് ഹൗസസ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ്. പിന്നെ നല്ലൊരു ഉദ്യാനം ഇല്ല ഇവിടെ. ഇപ്പൊ ഞാൻ നമ്മള് സിവിൽ സ്റ്റേഷന് മുമ്പിൽ അത് ഉദ്യാനം എന്ന് പറയാൻ പറ്റില്ല, പൂന്തോട്ടം പറയാൻ പറ്റില്ല. അതൊരു സെപ്പറേറ്റ് ഒരു പൂന്തോട്ടം ഉണ്ടാക്കണം. നമ്മളിപ്പം വെങ്ങല്ലൂര് ആ പുഴയോര റോഡും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി സ്ഥലം കൊണ്ടിരുന്നു. ആ സ്ഥലം ഒരു 10-15 ഏക്കർ എടുത്ത് വേണമെങ്കിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം. ഒരു ഗ്രൗണ്ട് ഇവിടെ ടൗണിൽ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഇതിൽ ഞാൻ കൊണ്ടുവന്ന 2 മണക്കാട് കൊണ്ട് സ്ഥലം, ഇവിടെ 2 ഗ്രൗണ്ട് ഉണ്ട്. അതല്ല, നമുക്കിവിടെ വേണ്ട മറ്റു സ്പോർട്സിന് ഒരു ഗ്രൗണ്ട് ഉണ്ടാകും. മുട്ട പോളിടെക്നിക്കില് ഒരു ഗ്രൗണ്ട്, അത് 400 മീറ്റർ ട്രാക്കിൽ അന്ന് ജോസഫ് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പ്ലാൻ ഫണ്ട് ഡൈവേർട്ട് ചെയ്യിച്ചിട്ട് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിച്ചാണ്. ആ സ്റ്റേഡിയം അന്ന് ഉണ്ടാക്കി അതുപോലെ ഇരിക്കുകയാണ്. അതിന്റെ സിന്തറ്റിക് ട്രാക്കിന് ഞാൻ സ്പോർട്സ് കൗൺസിലുള്ള സമയത്ത് പാസ്സാക്കി എല്ലാം തീരുമാനം എടുത്തിട്ട് പോകുന്നതാണ്. സിന്തറ്റിക് ട്രാക്ക് നടന്നിട്ടില്ല. ആ സിന്തറ്റിക് ട്രാക്ക് എടുത്താണ് നെടുങ്കണ്ടത്തിനുണ്ടായി. പക്ഷെ ഒരു സ്പോർട്സ് നടത്തപ്പോഴത്തേനും വന്ന ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ള തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലാണ്. അതുകൊണ്ട് തൊടുപുഴയിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇനിയും ഉണ്ടാവണം. ഒരു നല്ല ഇവിടുത്തെ ഈ മുനിസിപ്പൽ ടൗൺ ഹാള് ഇതിന് പറ്റിയതല്ല. നല്ല ഒരു ഓപ്പറ ഹൗസ് പോലത്തെ നല്ലൊരു ഇത് കൊണ്ട് നമ്മളെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ അടിയിൽ പാർക്കിങ്ങും മുകളില് ഇതുമായിട്ട് പാർക്കിംഗ് ആണല്ലോ. അപ്പൊ പ്രോഗ്രാം എല്ലാം നടത്താൻ പാകത്തിന് ഇപ്പോഴും രാഷ്ട്രീയക്കാർക്ക് സമ്മേളനം നടത്താൻ പറ്റുന്ന അടിയിൽ വെച്ചിട്ട് പില്ലറിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നല്ല ഹാള് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകും. നമുക്ക് ഒരു ചോദ്യം കൂടി, ഒരുപാട് പ്രാവശ്യം ഒരു ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾ ക്രിക്കറ്റിന്റെ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രധാനിയായിരുന്നു. ഇപ്പൊ അവിടെ ക്രിക്കറ്റിലില്ല. ഇനി ഒരു തിരിച്ചുവരവിന് ക്രിക്കറ്റിന് സാധ്യതയുണ്ടോ അങ്ങേക്ക്? എൻ്റെ കേസ് ഹൈക്കോടതി ഇരിക്കുകയാണ്. അത് ഈ എന്നത് ഫേവർ എനിക്കറിയാം 100% വിജയിക്കുന്ന കേസാണ്. അത് വന്നാൽ തീർച്ചയായിട്ടും തൊടുപുഴയിൽ ഈ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേഡിയം ഇവിടെ തെക്കുംഭാഗത്ത് നിർമ്മിക്കും. മണക്കാട് സ്റ്റേഡിയം അതിന്റെ എല്ലാ ഹഡിൽസും മാറി ഇന്നത് പാടം എന്നുള്ളത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. വളരെ നന്ദി ശ്രീ TC മാത്യു.
BBC പരിപാടിയുടെ സഹകരിച്ചതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു.